ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ താരമായ തളപതി വിജയുടെ ലിയോ, ദി ഗോട്ട് തുടങ്ങിയ സിനിമകൾക്ക് ശേഷം വിജയ് നായകനെത്തുന്ന അദ്ദേഹത്തിന്റെ 69ാമത്തെ സിനിമയാണല്ലോ എച്ച് വിനോദ് സംവിധാനം ചെയ്ത അനിരുദ്ധ സംഗീതം നൽകി ഈ വർഷം ഷൂട്ടിംഗ് ആരംഭിക്കാനിരിക്കുന്ന തളപതി 69. ഇപ്പോഴത്തെ ചിത്രത്തിൽ ഒരു വമ്പൻ കോംബോയുടെ അപ്ഡേറ്റ് ആണ് ഇന്ന് റൂമേഴ്സ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത്. അത് നമ്മുടെ ലാലേട്ടൻ വിജയ് കോംബോയാണ്. ജില്ല എന്ന സിനിമ 2014 റിലീസ് ചെയ്ത ലാലേട്ടൻ വിജയ് ചിത്രമാണല്ലോ. ചിത്രത്തിന് ശേഷം 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ലാലേട്ടൻ വിജയ് കോംബോ ഒരുമിക്കുന്നു എന്നൊരു റൂമറാണ് ഇതിനോടകം തന്നെ ഇന്ന് വൈകിട്ടോടെ സോഷ്യൽ മീഡിയ വഴി പുറത്തു വന്നിരിക്കുന്നത്. തമിഴ് മാധ്യമങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഒരു കോംബോയുടെ റൂമർ പുറത്തുവിട്ടിരിക്കുന്നത്. വാർത്ത സത്യമാക്കുകയാണെങ്കിൽ വേറെ ലെവൽ സിനിമയായിട്ട് തളപതി 69 മാറാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. കാരണം വിജയുടെയും ലാലേട്ടന്റെയും കേരള ബോക്സ് ഓഫീസിൽ ഇത് ഉൾപ്പെടെയുള്ള ബോക്സ് ഓഫീസ് പവർ ഞാനായിട്ട് എടുത്ത് പറയേണ്ടതില്ലല്ലോ. ഒക്ടോബർ മാസത്തോടെ ആയിരിക്കും സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുക. ഇനി അറിയേണ്ടത് വാർത്ത സത്യമാണോ അല്ലയോ എന്നാണ്. പൊളിറ്റിക്കൽ സിനിമ എന്ന റിപ്പോർട്ടുകളുള്ള സിനിമ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായുള്ള സിനിമകളിൽ ഒന്ന് എന്നാണ് നേരത്തെ തന്നെ പുറത്തു വന്ന റിപ്പോർട്ട്. ദേവദൂതൻ എന്ന സിനിമ ലാലേട്ടിന്റെ റീ റിലീസിനൊരുക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ. അടുത്തയാഴ്ച ജൂലൈ 26-ാം തീയതി ദേവദൂതൻ തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. ഒരു കിടിലൻ സൗണ്ട് ക്വാളിറ്റിയിൽ എത്താനായിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ എല്ലാം തന്നെ തിയേറ്ററുകളിലും പ്രദർശിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. 2000 റിലീസ് ചെയ്ത ദേവദൂതനും ഇപ്പോഴത്തെ ലാലേട്ടൻ ആരാധകർ ഫാൻ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇടപ്പള്ളി വിനിത തിയേറ്ററിലാണ് ആദ്യ ഫാൻ ഷോ ചാർട്ട് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് ഈ വീക്കെൻഡോടെ ആരംഭിക്കാനും സാധ്യതകളുണ്ട്. മികച്ച സ്ക്രീൻ കൗണ്ടോടെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രത്തിന് തൃശ്ശൂരിലെ വലിയ തിയേറ്ററായ രാഗം തിയേറ്ററിലും ഷോ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും നിലവിൽ നാം സ്പടികം എന്ന സിനിമയുടെ ആ ലെവൽ റീ റിലീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും മികച്ചൊരു വരവേൽപ്പ് ദേവദൂതൻ നേടിയെടുക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാത്തിരിക്കൂ കൂടുതൽ സിനിമ വാർത്തകൾ കേട്ടാം.